നമസ്കാരം. KCV വാർത്തകളിലേക്ക് സ്വാഗതം. ഞാൻ സിജി ജോസ്. ആദ്യം പ്രധാന വാർത്തകൾ. അതിരപ്പിള്ളിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി. അതിഥി തൊഴിലാളികൾക്കിടയിൽ ബ്രൌൺ ഷുഗർ വിൽപ്പനയ്ക്കായി എത്തിയ വെസ്റ്റ് ബംഗാൾ സ്വദേശി ബ്രൌൺ ഷുഗറുമായി പിടിയിൽ. നെല്ലായി പന്തല്ലൂർ മുല്ലോർലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഫെബ്രുവരി 1 മുതൽ 3 വരെ വിവിധ ചടങ്ങുകളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. KM മാണിയുടെ ജന്മദിനം കേരള കോൺഗ്രസ് M കൊടകര മണ്ഡലം കമ്മിറ്റി കാരുണ്യ ദിനമായി ആചരിച്ചു. കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ ചാലക്കുടി മേഖലാ സമ്മേളനം നടത്തി. വിശദമായ വാർത്തകളിലേക്ക്. അതിരപ്പിള്ളിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിൽ. അതിരപ്പിള്ളി വില്ലേജ് ഓഫീസർ KL ജൂഡാണ് പിടിയിലായത്. ROR സർട്ടിഫിക്കറ്റ് നൽകുന്നതിനാണ് 3000 രൂപ കൈക്കൂലി വാങ്ങിയത്. 2 ദിവസം മുൻപ് പരാതിക്കാരൻ ROR സർട്ടിഫിക്കറ്റിനായി സമീപിച്ചു. സർട്ടിഫിക്കറ്റ് നൽകണമെങ്കിൽ 3000 രൂപ കൈക്കൂലി വേണമെന്ന് വില്ലേജ് ഓഫീസർ ആവശ്യപ്പെട്ടു. പരാതിക്കാരൻ തൃശൂർ വിജിലൻസ് DVSP ജിം പോളിനെ സമീപിച്ചു. വിജിലൻസിന്റെ നിർദ്ദേശപ്രകാരം ഇന്ന് രാവിലെ പരാതിക്കാരൻ വില്ലേജ് ഓഫീസറെയും കൂട്ടി വാഹനത്തിൽ സ്ഥല പരിശോധനയ്ക്കെത്തി. തിരികെ ഓഫീസിലെത്തിയപ്പോൾ പരാതിക്കാരനിൽ നിന്ന് 3000 രൂപ കൈക്കൂലി വാങ്ങി. പുറകെ എത്തിയ വിജിലൻസ് സംഘത്തെ കണ്ട് വില്ലേജ് ഓഫീസർ പണം സോക്സിനുള്ളിൽ ഒളിപ്പിച്ചു. ദേഹപരിശോധനയിലാണ് കൈക്കൂലി പണം കണ്ടെടുത്തത്. ജൂഡ് നേരത്തെയും കൈക്കൂലി കേസിൽ പിടിയിലായിട്ടുണ്ട്. കാസർഗോഡ് കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായ ഇയാൾ ജാമ്യത്തിലിറങ്ങിയ ശേഷമാണ് ഇപ്പോൾ വീണ്ടും കൈക്കൂലി വാങ്ങുന്നതിനിടെ പിടിയിലായത്. അതിഥി തൊഴിലാളികൾക്ക് ബ്രൌൺ ഷുഗർ വിൽപ്പന നടത്താനെത്തിയ കൊൽക്കത്ത സ്വദേശി അറസ്റ്റിൽ. കൊൽക്കത്ത മൂർഷിദാബാദ് സ്വദേശി 33 വയസ്സുള്ള സൂദ്രുൾ ആണ് അറസ്റ്റിലായത്. 3.5 ഗ്രാമോളം ബ്രൌൺ ഷുഗർ ജില്ലാ ലഹരി വിരുദ്ധ സ്ക്വാഡും ആളൂർ പോലീസും ചേർന്ന് പിടികൂടി. ആളൂർ പെട്രോൾ പമ്പ് പരിസരത്ത് നിന്നും വിൽപ്പനയ്ക്കായി കാത്തുനിൽക്കുന്നതിനിടയിലാണ് കൽപ്പണിക്കാരനായ ഇയാൾ പിടിയിലായത്. വെസ്റ്റ് ബംഗാളിൽ നിന്നാണ് ഇയാൾ മയക്കുമരുന്ന് എത്തിച്ചതെന്ന് പോലീസ് പറഞ്ഞു. ആളൂർ SHO KM ബിനീഷ്, SIമാരായ PA സുബിൻ, സിദ്ദീഖ്, ജയകൃഷ്ണൻ, TR ഷൈൻ എന്നിവർ ചേർന്നാണ് പ്രതിയെ പിടികൂടിയത്. നെല്ലായി പന്തല്ലൂർ മുല്ലോർലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഫെബ്രുവരി 1 മുതൽ 3 വരെ വിവിധ ചടങ്ങുകളോടെ നടക്കുമെന്ന് ക്ഷേത്ര ഭാരവാഹികൾ അറിയിച്ചു. 1-ന് ശുദ്ധിക്രിയകൾ, 2-ന് നട തുറക്കൽ, ദീപാരാധന, ചുറ്റുവിളക്ക് തുടങ്ങിയ ക്ഷേത്ര ചടങ്ങുകൾ നടക്കും. 3-ാം തീയതി തിങ്കളാഴ്ച രാവിലെ 3 ആനകളോടുകൂടി പുറത്തേക്ക് എഴുന്നള്ളിപ്പ്, അന്നദാനം, പഞ്ചവാദ്യം, മേളം, കാളകളി, തായമ്പക, നാടകം എന്നിവയുണ്ടാകും. വാർത്താ സമ്മേളനത്തിൽ ക്ഷേത്രം പ്രസിഡന്റ് KK രാജൻ, സെക്രട്ടറി KP ഗോപാലകൃഷ്ണൻ, NS ശിവരാമൻ, T ശിവശങ്കരൻ എന്നിവർ പങ്കെടുത്തു. പന്തല്ലൂർ ജംഗ്ഷനിൽ നിന്ന് 3 ആന പുറത്ത് എഴുന്നള്ളിപ്പ്. അത് ക്ഷേത്രത്തിൽ വന്നതിന് ശേഷം ദീപാരാധന ഉണ്ടാവും, പരിവരുന്ന് അത്യാവശ്യം. അത് കഴിഞ്ഞ് നമ്മുടെ പടിഞ്ഞാട്ടുമുറി യുവജന സംഘത്തിൻ്റെ എഴുന്നള്ളിപ്പ് ഉണ്ടായിരിക്കും. വൈകിട്ട് ചീട്ട് കളിക്കാരൻ്റെ മകൾ കഴിഞ്ഞ വർഷത്തേലും കുറച്ചുകൂടി ഗംഭീരമായിട്ട് നടത്താനാണ് തീരുമാനിച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ എല്ലാവരുടെ സഹകരണത്തോടുകൂടിയാണ് ഈ പരിപാടി നമ്മുടെ നാട്ടിലെ എല്ലാവരുടെ സഹകരണത്തോടുകൂടി കൊണ്ട് നടത്തണം. 1, 2, 3 ദിവസങ്ങളിൽ 2ാമത്തെ ദിവസം കൊടുങ്ങല്ലൂർ റഗാസ ഫോക്ബാൻഡിൻ്റെ നാടൻപാട്ട് ഗാനങ്ങളുണ്ട്. കേരളത്തിൽ ഏറ്റവും കൂടുതൽ കാലം ധനമന്ത്രിയായും കാരുണ്യ പ്രവർത്തനങ്ങൾ നടപ്പിൽ വരുത്തുകയും ചെയ്ത KM മാണിയുടെ ജന്മദിനം കേരള കോൺഗ്രസ് M കൊടകര മണ്ഡലം കമ്മിറ്റി കാരുണ്യ ദിനമായി ആചരിച്ചു. കനകമലയിലെ ആകാശപ്പറവുകളുടെ ഭവനിൽ പാർട്ടി അംഗങ്ങൾ സന്ദർശിച്ച് അരിയും ഉപയോഗയോഗ്യമായ വസ്തുക്കളും നൽകി. പാർട്ടിയുടെ സംസ്ഥാന കമ്മിറ്റി അംഗം KO വർഗീസ് ഉദ്ഘാടനം ചെയ്തു. മണ്ഡലം പ്രസിഡന്റ് TC പോളി അധ്യക്ഷത വഹിച്ചു. ജനതാദൾ S ചാലക്കുടി മണ്ഡലം പ്രസിഡന്റ് ഷോജൻ D വിധേയത്തിൽ മുഖ്യാതിഥിയായിരുന്നു. ജെൻസൺ ജോൺസൺ, CS സുരേഷ് എന്നിവർ പ്രസംഗിച്ചു.
കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡി സോൺ കലോത്സവത്തിനിടയിൽ നടന്ന സംഘർഷവുമായി ബന്ധപ്പെട്ട് 3 പേരെ മാള പോലീസ് പിടികൂടി. എരുമപ്പെട്ടി സ്വദേശി വിളക്കത്തല വീട്ടിൽ അക്ഷയ്, വടക്കാഞ്ചേരി എങ്കക്കാട് കഞ്ചാങ്ങാട്ട് വീട്ടിൽ ആദിത്യൻ, തിരുവല്ലോമല കൂരക്കാട്ടിൽ വീട്ടിൽ സാരംഗ് എന്നിവരെയാണ് ആലുവ മുപ്പത്തടത്ത് നിന്നും മാള പോലീസ് സ്റ്റേഷൻ SHO സജിൻ ശശിയുടെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത്. നടപടിക്രമങ്ങൾക്കു ശേഷം കോടതിയിൽ ഹാജരാക്കി. കേരള സ്ക്രാപ്പ് മർച്ചന്റ് അസോസിയേഷൻ ചാലക്കുടി മേഖലാ സമ്മേളനം നടത്തി. ഭൂമിയെ സംരക്ഷിക്കാൻ കൈകോർക്കൂ പുനരുപയോഗത്തിലൂടെ എന്ന മുദ്രാവാക്യം ഉയർത്തി കൊടകര കിടങ്ങത്ത് ഹാളിൽ നടത്തിയ സമ്മേളനം KSMA സംസ്ഥാന വൈസ് പ്രസിഡന്റ് TG ബാബു ഉദ്ഘാടനം ചെയ്തു. ചാലക്കുടി മേഖലാ പ്രസിഡന്റ് K മുഹമ്മദ് മുസ്തഫ അധ്യക്ഷത വഹിച്ചു. സുലൈമാൻ തിരുവല്ലോമല മുഖ്യപ്രഭാഷണം നടത്തി. ജില്ലാ വൈസ് പ്രസിഡന്റ് AK കാജ ഹുസൈൻ, ജില്ലാ രക്ഷാധികാരി അബ്ദുൽ ലത്തീഫ്, സുബൈർ കോടാലി എന്നിവർ സംസാരിച്ചു. സമ്മേളനം 13 അംഗ എക്സിക്യൂട്ടീവ് അംഗങ്ങളെ തിരഞ്ഞെടുത്തു. പുതിയ രക്ഷാധികാരിയായി P ഗിരീഷിനെയും, പ്രസിഡന്റായി സുബർ കോടാലിയും, സെക്രട്ടറിയായി PM സുനിൽകുമാറിനെയും, ട്രഷററായി PG അനൂപിനെയും തിരഞ്ഞെടുത്തു. സമ്മേളനത്തിൽ സെക്രട്ടറി PM സുനിൽകുമാർ സ്വാഗതവും പുതിയ പ്രസിഡന്റ് സുബൈർ കോടാലി നന്ദിയും അറിയിച്ചു. 10,000 രൂപ ഫൈനാക്കുകയും അവരെ വണ്ടി പിടിച്ചെടുക്കുകയും ചെയ്യുന്നത് ആ പഞ്ചായത്ത് പറഞ്ഞിട്ടുണ്ട്. അതിനെതിരെ ചർച്ച ചെയ്യാൻ വേണ്ടി അപ്പൊ ഇങ്ങനെ നമ്മുടെ കച്ചവടത്തിന് മൊത്തത്തിൽ ഇല്ലാതാക്കാനാണ് ഗവൺമെന്റ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്. ആ സമയത്ത് നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന് പോരാടിയാൽ മാത്രമേ നമുക്കതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റുള്ളൂ. ഇന്ത്യയെ വീണ്ടെടുക്കാൻ ഗാന്ധി സ്മരണകളെ ആയുധമാക്കാമെന്ന മുദ്രാവാക്യം ഉയർത്തിപ്പിടിച്ച് AIYF പുതുക്കാട് മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മഹാത്മാഗാന്ധിയുടെ 77ാം രക്തസാക്ഷി ദിനാചരണം സംഘടിപ്പിച്ചു. മണ്ണമ്പേട്ടയിൽ സംഘടിപ്പിച്ച രക്തസാക്ഷ്യം ക്യാമ്പയിൻ AIYF സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി KK സമദ് ഉദ്ഘാടനം ചെയ്തു. AIYF സംസ്ഥാന കമ്മിറ്റി അംഗം VK വിനീഷ് അധ്യക്ഷത വഹിച്ചു. AISF കേന്ദ്ര കമ്മിറ്റി അംഗം അലൻ പോൾ വർഗീസ്, CPI പുതുക്കാട് മണ്ഡലം സെക്രട്ടറി PK ശേഖരൻ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KM ചന്ദ്രൻ, CU പ്രിയൻ, PM നിക്സൺ, TK ഗോപി, MA ജോയ്, VR സുരേഷ്, കേരള മഹിളാ സംഘം മണ്ഡലം സെക്രട്ടറി രാജിരാജൻ, AIYF ജില്ലാ കമ്മിറ്റി അംഗം രാജലക്ഷ്മി, CPI അളഗപ്പനഗർ ഈസ്റ്റ് വെസ്റ്റ് ലോക്കൽ സെക്രട്ടറിമാരായ VK അനീഷ്, KR അനൂപ് എന്നിവർ സംസാരിച്ചു. AIYF മണ്ഡലം സെക്രട്ടറി VN അനീഷ് സ്വാഗതവും മണ്ഡലം പ്രസിഡന്റ് VR രബീഷ് നന്ദിയും അറിയിച്ചു. അവിടെ തിരുവനന്തപുരത്ത് അവർ മധുര പലഹാരങ്ങൾ വിതരണം ചെയ്യുകയാണ്. ഗാന്ധിജി മരിച്ച വാർത്ത കേട്ട് ഇന്ത്യ മുഴുവൻ വിഷമിച്ചുകൊണ്ടിരിക്കുമ്പോൾ, ഇന്ത്യ മുഴുവൻ കരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തിരുവനന്തപുരത്ത് നമ്മുടെ സ്വന്തം കേരള മറ്റത്തൂർ ഗ്രാമപഞ്ചായത്തിൽ കുഷ്ഠരോഗ നിർണയ ക്യാമ്പ് സംഘടിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അശ്വതി വിബി ഉദ്ഘാടനം നിർവഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ഷാൻഡോ കൈതാരത്ത് അധ്യക്ഷനായി. CHSE സൂപ്രണ്ട് റോഷ് MV, ഹെൽത്ത് സൂപ്പർവൈസർ വിനോദ് KK, ഹെൽത്ത് ഇൻസ്പെക്ടർ മേരി ഹാംലറ്റ് എന്നിവർ സംസാരിച്ചു. പ്പെടുത്തുകയല്ല ചെയ്യേണ്ടത്, അവരെ ചേർത്ത് പിടിക്കുകയാണ് ചെയ്യേണ്ടത്. ഞെട്ടിക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ, നമ്മുടെ ഇന്ത്യ രാജ്യത്ത് നിലവിൽ ഇപ്പോഴും ആയിരക്കണക്കിന് കുഷ്ഠരോഗികളുടെ കോളനികൾ ഉണ്ടെന്നാണ് പറയുന്നത്. അവരെ ചികിത്സിക്കാതെയോ അല്ലെങ്കിൽ അവരെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുകയോ ചെയ്യുന്ന കോളനികൾ നമ്മുടെ രാജ്യത്ത് പോലും ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. ഇത്തരത്തിൽ സർക്കാരുകൾ ഇടപെട്ടുകൊണ്ട് അവരുടെ വീടുകളിൽ കയറി വോളണ്ടിയർമാരെ ഉപയോഗിച്ചുകൊണ്ട് കൃത്യമായും ഇതിന്റെ രോഗലക്ഷണങ്ങളെ കണ്ടെത്തി അത് സമയബന്ധിതമായിട്ട് അതിന് ചികിത്സ കൊടുക്കുകയാണെങ്കിൽ. ഇന്നത്തെ സ്വർണ്ണവില സ്വർണം ഗ്രാമിന് 7,730 രൂപ, പവന് 61,840 രൂപ. പന്തല്ലുക്കാരൻ ജ്വല്ലറി കൊടകര പാരമ്പര്യത്തിന്റെയും വിശ്വസ്തതയുടെയും പവനൊരുക്കുന്ന സ്വർണ്ണമാളി. പ്രധാന വാർത്തകൾ വീണ്ടും.
അതിരപ്പിള്ളിയിൽ കൈക്കൂലി വാങ്ങുന്നതിനിടെ വില്ലേജ് ഓഫീസർ വിജിലൻസിന്റെ പിടിയിലായി. അതിഥി തൊഴിലാളികൾക്കിടയിൽ ബ്രൌൺ ഷുഗർ വിൽപ്പനയ്ക്കായി എത്തിയ വെസ്റ്റ് ബംഗാൾ സ്വദേശി ബ്രൌൺ ഷുഗറുമായി പിടിയിൽ. നെല്ലായി പന്തല്ലൂർ മുന്നോർലി ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാ ദിനാഘോഷം ഫെബ്രുവരി 1 മുതൽ 3 വരെ വിവിധ ചടങ്ങുകളോടെ നടക്കുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. KM മാണിയുടെ ജന്മദിനം കേരള കോൺഗ്രസ് എം കൊടകര മണ്ഡലം കമ്മിറ്റി കാരുണ്യ ദിനമായി ആചരിച്ചു. കേരള സ്ക്രാപ്പ് മർച്ചന്റ്സ് അസോസിയേഷൻ ചാലക്കുടി മേഖലാ സമ്മേളനം നടത്തി. ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.